എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FYGP 2026/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ അവസാനിക്കുന്നത് നാളെയാണ്. അതായത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു, എനിക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ എനിക്ക് നേരത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഞാൻ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ സീറ്റ് മതി, ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിൽ കിട്ടിയ സീറ്റ് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ തന്നെ തുടരാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അതിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് കോട്ടയിൽ പഠിക്കണോ അല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ കിട്ടിയ കോളേജിൽ പഠിക്കണോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഡൗട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ admissions.keralauniversity.ac.in/FYGP 2026/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ, അതായത് ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ, യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനറൽ വിഭാഗം അല്ലെങ്കിൽ SCBC അങ്ങനെയുള്ള SC/ST ഒഴികെയുള്ള ഏത് വിദ്യാർത്ഥികളാണെങ്കിലും ഏകദേശം 2800 രൂപ വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ നേരത്തെ അടച്ചവരാണെങ്കിൽ വീണ്ടും അടക്കേണ്ടതില്ല. അല്ലാത്തവരാണെങ്കിൽ ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന ഡേറ്റ് പ്രകാരം പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്കും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ള, അതായത് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നല്ല, ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേരത്തെ കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാവുന്നതായിരിക്കും. പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക്, ഏത് കോളേജ് കോഴ്സിലാണ് ഹയർ ഓപ്ഷനിലേക്ക് കിട്ടിയത് ആ ഒരു കോളേജ് കോഴ്സിലേക്ക് നിർബന്ധമായി മാറേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന സീറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയതോടുകൂടി നഷ്ടപ്പെടുകയും പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അടുത്ത അലോട്ട്മെൻറ്റിൽ അങ്ങനെയുള്ളവർ പങ്കെടുക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ, മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയവർക്ക് നിലവിലൊരു സെക്കൻഡ് സപ്ലിമെൻ്ററിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് മതിയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും, അത് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അഡ്മിഷൻ നിങ്ങൾ നിലവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ നേരത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അതായത് ഏകദേശം മിന്നാന്നങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റ് പ്രകാരം അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ സീറ്റ് മതി എന്നാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിലവിൽ ജോയിൻ ചെയ്ത സീറ്റ് മതി എന്നുണ്ടെങ്കിൽ നിലവിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിൽ കിട്ടിയ ഓപ്ഷൻ ജോയിൻ ചെയ്യണം നിർബന്ധമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മെറിറ്റ് കോട്ടയുടെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ടുള്ളൂ. കാരണം നേരത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ സീറ്റോ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ സീറ്റോ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടിയ സീറ്റോ യാതൊരു കാരണവശാലും നഷ്ടമാവുന്നതല്ല.
അതിനാൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ കമ്മ്യൂണിറ്റി കോട്ടയോ സ്പോർട്സ് കോട്ടയോ മാനേജ്മെൻറ്റ് കോട്ടയിലോ കിട്ടിയ സീറ്റ് മതി എന്നാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ നിങ്ങൾക്ക് സാധാരണ മെറിറ്റ് കോട്ടയുടെ സെക്കൻഡ് അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് സെക്കൻഡ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് മറ്റൊരു ഓപ്ഷനിലേക്ക് ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി പ്രകാരം ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയ ഓരോ കാസ്റ്റ് കാറ്റഗറി വിഭാഗത്തിൽ അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18-19 തീയതികളായിട്ടാണ്. അതായത് നാളെയും മറ്റന്നാളുമായിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ പോയിട്ട് കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.